ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ HCZ World. ഇന്ന് ചാലുവിൻ്റെ യൂത്ത് ഫെസ്റ്റിവലാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ചാലു ഞങ്ങളെ കൂടെ തന്നെയാണ്. കാരണം രാവിലെ ചാലു ക്ലാസ്സിൽ പോയിട്ടില്ല. അപ്പോൾ അവൻ്റെ പരിപാടിയായ കാരണം അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുത്ത് പേരൻസിൻ്റെ കൂടെ പോകണം. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് അവൻ്റെ പ്രോഗ്രാം കാണാൻ വേണ്ടി പോവാണ്. സാധാരണ ഈ സമയത്ത് ഷിമിയും ബേബിയൊന്നും എഴുന്നേക്കാത്തതാണ്. നേരത്തെ എഴുന്നേറ്റ്. പിന്നെ പുറത്തെ കാലാവസ്ഥ നല്ല ചൂടാണ്. അപ്പോ ഹാളിലാണോ പരിപാടി? അവിടെ AC ഒക്കെ ഉണ്ടോ? കോൺഫറൻസ് ഹാൾ സ്ഥലമാണ്, വലിയ സ്ഥലമാണ്. അതെ, കോൺഫറൻസ്. സിനിമാറ്റിക് ഡാൻസ് ആണ്, ഗ്രൂപ്പ് ഡാൻസ്. ഇതില് ചാലുണ്ട്, നെഹിയാനുണ്ട്, സിയാനുണ്ട്, ആലിമുണ്ട്, അയ്യാനുണ്ട്, ഫസനുണ്ട്, നഷോനുണ്ട്. ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാൻ പറ്റാ. ഈ ഫുള്ള് ഡാൻസ് പഠിപ്പിക്കുന്നത്, ഈ ഫുൾ ക്രെഡിറ്റ് ഫുള്ള് ആലിമുണ്ടും അയാണ്ടും ഉമ്മാക്കാണിട്ട. ആലിമുണ്ടും അയാണ്ടും ഉമ്മാണ് അങ്ങനെ ഫുള്ള് ഡാൻസ് പഠിപ്പിച്ചേക്കുന്നത്. ബാക്കിയുള്ള പേരൻസും വന്നിട്ടുണ്ടായിരുന്നു അവരെ സപ്പോർട്ട് ചെയ്യാൻ. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇവളെ എന്നെ തീരെ ഇരുത്തൂല. ഞങ്ങൾ ഈ അറ്റത്തടങ്ങി ഇവള് പാർക്കില് ഓപ്പോസിറ്റ് അറ്റത്തുണ്ടായിരിക്കും. അപ്പൊ ഓൾറെഡി നമ്മൾ ലേറ്റ് ആയി. അപ്പൊ നമുക്ക് വേഗം പോയിട്ട് പരിപാടി എന്താന്നുള്ളത് കണ്ടിട്ട് വരാം അല്ലേ? ഓക്കെ, 11:30 നമ്മോട് എത്താന്ന് പറഞ്ഞതാണ്. ഇപ്പൊ ഓൾറെഡി ടൈം ഓൾമോസ്റ്റ് ആവണം. അപ്പൊ വേഗം പോവാ. ചാലു ആൻഡ് സാനി ആൻഡ് ഹാനി ഓൾറെഡി സ്കൂളിലുണ്ട്. അപ്പൊ അവരുടെ ക്ലാസ് കഴിഞ്ഞാൽ അവരെ എടുക്കുകയും ചെയ്യാം. അങ്ങനെ എല്ലാവർക്കും ഒരുമിച്ച് തിരിച്ചു വരികയും ചെയ്യാം. ഈ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് അവരെ വിടോ ഇല്ല എന്നുള്ളത് അറിയില്ല. കാരണം നമ്മൾ ഓൾറെഡി അവർ സ്കൂളിൽ നിന്ന് നേരത്തെ വിളിച്ചിട്ട് അവിടെ പ്രോഗ്രാം കാണാൻ വേണ്ടി ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ജാസ്പർ ചാലു കുറച്ച് പിള്ളേരൊക്കെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് നേരത്തെ വിടും എന്നുള്ളതാണ്. അപ്പൊ അവരെ വിടോ ഇല്ല എന്നുള്ളത് അറിയില്ല. അപ്പൊ ഇതില്ല, നമുക്ക് സ്കൂളിൽ പോയതിന്റെ ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാം. കമോൺ, ലെറ്റ്സ് ഗോ. അപ്പൊ ഞങ്ങൾ സ്കൂൾ എത്തിയപ്പോൾ ഇതേ ചാലുവിനെ കൊണ്ട് ഞങ്ങൾ മെയിൻ ഗേറ്റിലോട്ട് പോവാണ്. നല്ല ചൂടാണ് പുറത്തെ കാലാവസ്ഥ എന്ന് പറയാം. ഞാനും ബേബി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഞങ്ങൾ മെയിൻ ഗേറ്റിലോട്ട് പോവാണ്. ബേബി സാധാരണ ഈ സമയത്ത് എഴുന്നേക്കാത്ത ആളാണ്. ഓക്കെ, പിള്ളേർക്ക് ബ്രേക്ക് ടൈമാണ്, കണ്ടില്ലേ? പിള്ളേരെല്ലാം ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ 10th A അല്ലേ അവിടെ പ്രാക്ടീസ് ഉണ്ടെന്നാ പറഞ്ഞേ, 10G. അപ്പം അങ്ങോട്ട് പോവാണ്. 10G എല്ലാവരും ഭയങ്കര ബിസി ആയിരുന്നു. വേറെയും ഡാൻസിൻ്റെ പിള്ളേരുണ്ടായിരുന്നു. എല്ലാവരും അപ്പോൾ റിഹേഴ്സൽ എടുക്കായിരുന്നു അവിടെ. എത്ര പേര്? 8 പേരാ അല്ലേ? ഇവരുടെ പ്രോഗ്രാമിൻ്റെ റിഹേഴ്സലാണ് നടക്കുന്നത്. ഫൈനൽ സ്റ്റേജിലാണ്. എല്ലാവരും ഇനിയിപ്പോൾ സ്റ്റേജിലോട്ട് ഹാളിലേക്ക് നടക്കുകയാണ്. അവിടെയാണ് സ്റ്റേജും ഹാളൊക്കെ അവിടെയാണ്. എല്ലാവരും അങ്ങോട്ട് നടക്കുന്നു. നല്ല വെയിലാണെന്ന് പറയാം.
CDGG 112 on the stage. Your attention please. Group dance senior team are requested to report at the mic point immediately. Only the leaders. The leader will come and report their team immediately. On the stage, CDGJ 113. ഡാൻസ് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഇനി ചാരുവിനൊക്കെ വിളിച്ചിട്ട് ഇനി ഇവിടെ നിന്ന് പോകണം. കാരണം കുറച്ച് പ്രോഗ്രാം കൂടി അവിടെ നടക്കുന്നുണ്ട്. പിന്നെ പിള്ളേരെ വിട്ടു ഓൾറെഡി. അപ്പോൾ അത് കാരണം നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാണ്. ഇല്ലേ, അസ്വാ മദർ എപ്പോഴും പറയാറുള്ളതാണ്. അസ്വാ മദറിനെ അവരെയും കാണാൻ പറ്റി. അതെ അതെ, ഷിമിര ആകപ്പാടുള്ളൊരു ഫ്രണ്ടാണ് അസ്വാ മദർ. എപ്പോഴും പറയാറുള്ളതാണ്. അപ്പോൾ ആളുടെ മോള്. അതെ അതെ, രണ്ടാമത്തെ ആള്. മൂത്ത ആള് ഇപ്പോൾ ഓൾറെഡി പ്രോഗ്രാമിലാണ്. സ്കൂൾ ഓൾറെഡി വിട്ടു വണ്ടിയില്ലേ. ഇനിയിപ്പോൾ ഹാനിനെയും സാനിനെയും പോയി വിളിച്ചുകൊണ്ട് വരണം. അപ്പോൾ എല്ലാവരെയും പ്രോഗ്രാമിൽ വന്നുകൊണ്ടപ്പോൾ കാണാൻ പറ്റിയത്. നോക്കട്ടെ, ഒരാള് ഇവിടെ സങ്കടമായിട്ട് നിൽക്കുന്നു. അയ്യോ ദേ കരയുന്നു. എന്ത് പറ്റി? എന്ത് പറ്റി? അയ്യോ സങ്കടായി. ഷിമി എടുത്തതിന്റെ സങ്കടായി.
എല്ലാവരും ഇപ്പോഴും പ്രോഗ്രാം കണ്ടിരിക്കുകയാണ് അവിടെ. ഷീമി ഇപ്പോൾ പോയിട്ട് യാത്ര പറയാൻ വന്നിട്ടുണ്ട്. അതുകൂടാതെ ഒരു സ്പെഷ്യൽ താങ്ക്സ് അഫ്ര, കാരണം ആളാണ് ഈ ഡാൻസ് ഫുള്ള് പിള്ളേർക്ക് പഠിപ്പിച്ചത്. എല്ലാവരെയും വിളിച്ചു, ആനി, അർണവ്, സാനി എല്ലാവരെയും വിളിച്ച് ഞങ്ങളിത് തിരിച്ചു പോകുന്നു. ഈ വഴി പോവാം, ഈ വഴി. ഇവിടെ ഡാൻസ് കഴിഞ്ഞ് ക്ഷീണിച്ചിട്ട് ചാലു വരുന്നു. നല്ല വെയിലാണ്. ഞങ്ങൾ വെയിലത്ത് നടന്ന് പോവാണ്. വണ്ടി ഇട്ടുള്ള സൈഡാ, അപ്പുറത്തെ സൈഡായിരുന്നു. കണ്ടില്ല, ഫുള്ള് സ്കൂൾ ബസ് റെഡി ആയിട്ട് നിൽക്കുകയാണ്. കാരണം പിള്ളേരെല്ലാവരും സ്കൂൾ ബസ്സിൽ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ അതിൻ്റെ സൈഡിലൂടെ അങ്ങനെ നടന്നു പോകണം. കാരണം നമ്മളുടെ വണ്ടിയൊന്നും സ്കൂളിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റില്ല. അപ്പോൾ പുറത്തേ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സ്കൂൾ ബസ്സുകൾ ഫുള്ള് സ്കൂളിൻ്റെ അകത്ത് കയറി പിള്ളേരൊക്കെ എല്ലാം ഒരേ വണ്ടികളിൽ കയറും. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ പുറത്ത് പോവാം. നല്ല ചൂടുള്ള കാലാവസ്ഥ. കഴിഞ്ഞു. ഞങ്ങളുടെ ഡാൻസ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ 2-3 മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു. എക്സാം ആയിക്കാണ് ഞങ്ങക്ക് മലയാളിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഡാൻസ് ഒക്കെ കഴിഞ്ഞെന്ന് പറയാം. പക്ഷെ ഇപ്പൊ അതല്ല, അവിടുന്ന് നടന്ന് വരണതുണ്ട് വെയിലത്ത്, അത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഇപ്പോഴാണ് ഒരു ആശ്വാസം വന്നത് വണ്ടി കയറിയപ്പോ. അതെ, അത് വരെ ഭയങ്കര ചൂടായിരുന്നു. ബൈ. എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ അടുത്ത വീഡിയോ വരുന്നതാണ്.